സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു റിലേഷൻഷിപ്പിൻ്റെ സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് റെസനേറ്റ് ചെയ്യണവർ എടുക്കുക, അല്ലാത്തവർ ഇത് വിട്ട് കളയുക. അപ്പോൾ ഫസ്റ്റ് കാർഡ് വൈഫിൻ്റെ കാർഡാണ് നോക്കണത്. അവിടെ ഫസ്റ്റ് കാർഡ് 9 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. 9 ഓഫ് സോർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്സൈറ്റിയുടെയും ഭയത്തിൻ്റെയും നിരാശയുടെയും ബന്ധങ്ങളിലുള്ള ചാലഞ്ചസിനെ, വെല്ലുവിളികളെ നേരിടുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ ഉത്കണ്ഠയോടും നിരാശയോടും ഭയം കൊണ്ടും മാനസികമായ സമ്മർദ്ദം കൊണ്ടും ദുഃഖിച്ചിരിക്കണ ഒരു കഥാപാത്രമാണ് വൈഫിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. പിന്നെ നടുവിലത്തെ കാർഡ് ഇവർക്കിടയിലുള്ള പ്രോബ്ലമാണ്. അത് നോക്കുമ്പോൾ അത് ടവർ എന്നുള്ള കാർഡാണ്. ടവർ എന്നുള്ള കാർഡ് മേജർ ആർക്കാന കാർഡാണ്. യൂണിവേഴ്സൽ ഡിസിഷനാണ്. അതായത് ബന്ധങ്ങളിൽ ഒരു അട്ടിമറി ഉണ്ടായിരിക്കുകയാണ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തിരിച്ചടികൾ, വെല്ലുവിളികൾ. ഇതാണ് ഇവിടെ ഈ ഭാഗത്ത് ഈ ക്യാരക്ടർ ദുഃഖിച്ചിരിക്കാനുള്ള കാരണം. ബന്ധങ്ങളിൽ വന്നേക്കണ അപ്രതീക്ഷിതമായ തിരിച്ചടികളും അട്ടിമറികളും വിനാശവും. അതാണ് ഈ ഇടത്ത് ഭാഗത്തുള്ള കാർഡിൽ അവർ ദുഃഖിച്ചിരിക്കാനുള്ള കാരണം. മൂന്നാമത്തെ കാർഡാണ് ഹസ്ബൻഡിൻ്റെ കാർഡ്. അത് ഹൈ പ്രീസ്റ്റസ് ആണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ക്യാരക്ടറാണ്. സ്പിരിച്വലായിട്ടുള്ള കാർഡാണ്. വളരെയധികം ഇൻറ്റ്യൂഷനുള്ള ക്യാരക്ടറാണ്. പക്ഷേ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അത് സീക്രസി എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അതായത് പുറത്തേക്ക് വെളിപ്പെടുത്താനാവാത്ത രഹസ്യങ്ങളുണ്ട്. അതാണ് ഈ ടവർ വരാനുള്ള കാരണം. അപ്പോൾ കാര്യങ്ങൾ ആശയവിനിമയം തുറന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് ഒരു പക്ഷേ ഒരു സൊല്യൂഷൻ ഉണ്ടാവാം. എന്തായാലും ഇവിടെ ഏഞ്ചൽസിനോട് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ആണ്. അതായത് ഒരു മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഉടനെയോ നിങ്ങൾ എന്താണ് ഏഞ്ചൽസിനോട് ആവശ്യപ്പെട്ടത് വെച്ചാൽ അത് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ്. അത് നിങ്ങളുടെ ക്ഷമയ്ക്കുള്ള ഒരു റിവാർഡ് കൂടിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് റെസനേറ്റ് ചെയ്യണവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. അപ്പോൾ റെസനേറ്റ് ചെയ്യണവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.